എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് മൈദ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കയ്യിലൊന്ന് ഹോൾഡ് ചെയ്ത് നോക്കാം. ആ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ചൊരു ലൂസ് പരുവത്തിലാക്കി നമുക്കിതിനെ കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചു കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കവർ ചെയ്ത് 1 മണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി കുറച്ച് സവാള കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും ക്യാബേജ് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 2 മുട്ടയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ക്യാരറ്റും ക്യാബേജും സവാളയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് മാവിനെ കൈവച്ച് നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി ഒന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഓരോ ബോൾസാക്കി എടുത്ത് നമുക്കിതിനെ പരത്തിയെടുക്കാം. അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഓയിൽ കുറച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം കൈവച്ച് നന്നായി ഒന്ന് കനം കുറച്ച് പരത്തിയെടുക്കാം. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കൈവച്ച് പരത്തുന്നത് പോലെ നന്നായി ഒന്ന് ഏറ്റവും കനം കുറച്ച് പരത്തിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താണ്. അതും കുറച്ച് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ ഈസിയായി നമുക്കിതേപോലെ ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി അടുത്ത ബോളും ഇതേപോലെ എടുത്ത് നമുക്ക് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. എത്രത്തോളം കനം കുറച്ച് നന്നായി പരത്തിയെടുക്കാമോ അത്രത്തോളം സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. വീണ്ടും അതേപോലെ മുട്ടയുടെ മിക്സും വെച്ച് കൊടുത്ത് ചിക്കനും വെച്ച് കൊടുത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മുട്ട ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് അത് പുറത്തേക്ക് ഒലിച്ചു പോകുമെന്നൊന്നും പേടിക്കേണ്ട, നന്നായി അതിനകത്ത് ഇരുന്നോളും. മുട്ട ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് തന്നെ സ്നാക്കിനൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. ഇനി മീഡിയം പരുവത്തിൽ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒരുപാട് ചൂടായി കിടക്കണ്ട, ഒരു മീഡിയം പരുവത്തിൽ ചൂടായി കിടക്കുമ്പോഴേക്കും നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചുവിട്ട് നന്നായി വറുത്ത് കോരിയെടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ബാലൻസ് ഉള്ളതെല്ലാം നമുക്കിതേപോലെ വറുത്ത് കോരിയെടുക്കാം. തീരെ കനം കുറവായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിതിനെ ഫ്രൈ ആക്കിയെടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.